ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കും. നമ്മളിന്ന് പോകുന്നതാണെന്നറിയാം, പച്ചമുളക് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഓൾറെഡി വീണയും ഗസിയൊക്കെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഒക്കെ നമുക്ക് കാഴ്ചയൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല, ശരിക്കും പച്ചമുളക് ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ കാണാൻ കുറേ അധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിനകത്ത് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി പ്ലേസ്, ജനറൽ പ്ലേസ്, പിന്നെ പാർട്ടി ഹോള്, അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐറ്റംസായ വെജിറ്റബിൾ സലാഡ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുവാണ്. ഓക്കെ, നമ്മൾ അന്ന് കണ്ട ആ ഒരു ഇല എല്ലായിടത്തും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരി പുളി കൂടിപ്പോയി, അതാണ് അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ കണ്ടോ, വെള്ളത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹിൽട്ടൺ ഹോട്ടലുണ്ട്. So guys, we are waiting for the food till now it's not came. We are waiting outside. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിക്കുന്നത് പാൽക്കപ്പയാണ് കേട്ടോ. പാൽക്കപ്പ കുഴപ്പമില്ല. പാൽക്കപ്പയും ബീഫും ഇങ്ങോട്ട് കഴിച്ചാൽ പാൽക്കപ്പയും ബീഫും പറ കൊള്ളാം കേട്ടോ. സംഭവം പൊളി. ആ ബീഫിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേണ്ടേ. നമ്മൾ ആ കൈ കൊണ്ട് കഴിക്കണം, എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ വേറൊരു കേസ് പാൽക്കപ്പയും ബീഫും കഴിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അടുത്ത നമ്മളെടുക്കുന്നത് ബട്ടർ നാനും ചിക്കൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ അവർ പറഞ്ഞത് ചിക്കനാണ്. പക്ഷേ അപ്പോൾ നമ്മളതൊന്ന് കഴിക്കാം. നമ്മളൊന്ന് കഴിച്ചോ. അപ്പോൾ ഗൈസ്, ഞാനും ബട്ടർ നാനും നമ്മൾ ഈ കറിയും കഴിക്കുവാണ്. സൂപ്പറാണ്. നമ്മൾ ആളൊന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ. നല്ല വെച്ചേ കൊള്ളാം കേട്ടോ. സംഭവം പൊളിയാ. പച്ചമുളക്. അപ്പോൾ ഗൈസ്, ഇതെന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ഇത് കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതാണ് നെയ്പ്പത്തൽ. അതിൻ്റെ പേരാണ് നെയ്പ്പത്തൽ കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. നമ്മളിനി അടുത്ത ഒന്ന് കഴിച്ച് നോക്കാം. നെയ്പ്പത്തൽ എങ്ങനെയുണ്ട്? നെയ്പ്പത്തലും കോഴിക്കറിയുടെ കഴിക്കുന്ന സൂപ്പറാണ്. കോഴിക്കോട്ടുകാരുടെ ഏറ്റവും വലിയ സംഭവം. നെയ്പ്പത്തൽ സൂപ്പർ. നെയ്പ്പത്തലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നാട്ടുകാരെ അതാ ഞാൻ പറഞ്ഞ നല്ല സാധനം കേട്ടോ. ഒരു തവണ വെച്ചാൽ ഇഷ്ടപ്പെടും. നമ്മുടെ സൈഡിലോട്ടൊന്നുമില്ല, ആലപ്പുഴ സൈഡിലോട്ടൊന്നും വരിക. കോഴിക്കോടുകാരുടെ ഏറ്റവും പലഹാരമാണ്. എൻ്റെ ഒരു കൂട്ടുകാരി നിഷിത അത് കൂടെ പോയപ്പം അവളാണ് നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ അത് നമ്മൾ അന്ന് കഴിച്ചപ്പോൾ മനസ്സിലായി സംഭവം പൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. സംഭവം സൂപ്പർ. ഫുള്ളായി. ബാക്കി ഞങ്ങൾ പാഴ്സലെടുത്ത് കഴിക്കാൻ വയ്യ. സംഭവം നല്ലതാണ് കേട്ടോ. ക്വാണ്ടിറ്റി ഒക്കെ നല്ലതായിട്ടുണ്ട്. ടേസ്റ്റ്, ഫുഡ് അടിപൊളിയാണ്. എല്ലാം നമ്മൾ വാങ്ങിച്ചെല്ലാം നല്ലതായിരുന്നു. കറിയും നല്ലതായിരുന്നു. സംഭവം സൂപ്പറായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഗസിയ? സൂപ്പറായിരുന്നു. നമ്മുടെ ചായ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അടിപൊളിയായിരുന്നു കേട്ടോ. നാടൻ ചായ സൂപ്പറായിരുന്നു. ചായ അടിപൊളിയായിരുന്നു. ഗസിയ ചായ കുടിക്കാത്തുള്ളൂ. ഇവിടെ വന്ന് ചായ കുടിച്ചു. അവൾ പറയുന്ന വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഓക്കെ. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഫോട്ടോ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പച്ചമുളക് വന്ന് കഴിക്കാം. സൂപ്പറാണ് ഗൈസ്.
നമ്മൾ പാത്രമൊക്കെ വൃത്തിയാക്കിയത് ബാക്കി വന്ന സാധനം നമ്മൾ പൊതിഞ്ഞ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ കൈ കഴിയില്ല, കഴുകണം. നമ്മളെന്നിട്ട് താഴെ നമ്മൾ കാണിക്കുന്നതായിരിക്കും, താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത് താഴോട്ട് ഇറങ്ങി വരണമെന്ന്. താഴെ നമ്മൾ വരുമ്പോൾ കാണിക്കാം. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നാടൻ കട. ായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ ഗൈസ്? അപ്പം നമ്മളതിൻ്റെ പേര് കാണിക്കാം. പച്ചമുളക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പേര് പച്ചമുളക്. പച്ചമുളക് തിരിച്ച് കാണിക്കാം.